ഈ ശക്തിയെ മാത്രമേ എനിക്ക് ഉയർത്താനുള്ളൂ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമേ ഞാൻ സകലത്തിലും മതിയായവനെന്നുള്ള പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉരുവിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ശക്തി കൊണ്ട് മാത്രമേ ഈ നാളുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചെടുക്കാൻ കഴിയൂ. ഒന്നവൻ കുതിച്ചെഴുന്നേറ്റു. 2:3-7 ആമേൻ ആമേൻ. അവന്റെ കാലിന്റെ നരിയാണികൾ ഉറച്ചു. ആമേൻ. ഈ ശക്തി കുതിച്ചെഴുന്നേൽപ്പിക്കുക മാത്രമല്ല, അവനെ ഉറപ്പിച്ചു നിർത്തി. നോക്കൂ, ഇതുവരെ അവൻ ഉറച്ചു നിന്നിട്ടില്ല. അവനെ ചിലർ ചുമക്കുകയാണ്. ഉറപ്പിച്ചു നിർത്തി. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ചില മേഖലകളിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട്. ചില മേഖലകളിൽ ഒരു ശാക്തീകരണം നൽകേണ്ടതായിട്ടുണ്ട്. ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്ന മേഖലകളിലാണ് ദൈവം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഗെരാർ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ്. തന്റെ പിതാവാകുന്ന അബ്രഹാം കുഴിച്ച കിണറുകൾ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. ആമേൻ. പുനരുത്ഥാന ക്രമീകരണം നടത്തുമ്പോൾ ആമേൻ അവർ വന്നു ഷണ്ടയ്ക്ക് വന്നു, ആ കിണറുകളെ നികത്തി. പക്ഷേ ആമേൻ കൃപ പ്രാപിച്ചവൻ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നു. ആമേൻ ഉറച്ചു നിന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലത് നഷ്ടമായി സംഭവിച്ചു എങ്കിലും പിന്നത്തേതിൽ ആമേൻ ഒരു കിണർ കുടിച്ചു. ആമേൻ അത് നികത്താൻ അവർ വന്നില്ല. ആ കിണറിനവൻ ആമേൻ റഹോബത്ത് എന്ന് പേരിട്ടു. ആമേൻ ആമേൻ. ദൈവം എനിക്കൊരിടം കണ്ടെത്തി പറഞ്ഞുകൊണ്ട് രഹബത്ത് എന്ന് പേരിട്ടു. ഇന്ന് രാത്രി ഞാൻ ഇതൂതിനോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ആമേൻ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. യെസ്, എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഉറപ്പിക്കാൻ പോകുന്നു. ഡിവൈസുകൾ ഇന്ന് രാത്രി ഡിവൈസുകളിൽ ആമേൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, ചില രാജ്യങ്ങളിൽ ദൈവം ചിലരെ ഉറപ്പിക്കും. ചില മേഖലകളിൽ ദൈവം ഉറപ്പിക്കും. ഇവിടെ ഉറയ്ക്കണോ മറ്റൊടത്ത് ഉറയ്ക്കണമോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ അവൻ ആത്മാവ് ചലിച്ചിട്ട് പറയുന്നു, ഉറയ്ക്കേണ്ടിടത്ത് ദൈവം ഉറപ്പിക്കും. യെസ്, ഉറപ്പിക്കേണ്ടിടത്ത് ദൈവം ഉറപ്പിക്കും. കഴിഞ്ഞ ഏറിയ നാളുകളായി ആമേൻ ചലനമേറ്റിരിക്കുന്ന ചില മേഖലകളിൽ ദൈവശക്തിയുടെ വ്യാപനമുണ്ടപ്പോൾ ആമേൻ അവർ ഉറയ്ക്കുകയാണ്. ആമേൻ. സമയം കടന്നു പോകുന്നല്ലോ. 3:8-9 ഉറച്ചത് മാത്രമല്ല, ആ ദൈവശക്തി അവനെ ആലയത്തിനകത്തോട്ട് കയറ്റി. ആമേൻ. സത്യത്തിൽ ഇവൻ വീട്ടിലോട്ടാ പോകേണ്ടത്. ആമേൻ. അവന്റെ വീട്ടിലോട്ട് അവൻ ഓടിപ്പോകേണ്ടത് ഇല്ല. അവൻ ആ ആലയത്തിനകത്തോട്ട് കയറ്റി. ആലയത്തിൽ ഉയരുന്ന യഹൂദാരുടെ കീർത്തനങ്ങൾ, ക്ഷേമപാരായണങ്ങൾ, ഇതൊക്കെ ഇവൻ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം ഇതിനകത്ത് കയറാൻ കഴിഞ്ഞിട്ടില്ല. വർഷം പലതായി എനിക്ക് ഇതിനകത്ത് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിശബ്ദമായി അവൻ പറഞ്ഞിട്ടുണ്ടാകും, ദൈവമേ എന്നിതിനകത്തൊന്ന് കയറും. ആത്മാവിന്ന് രാത്രി പറയുന്നു, ആമേൻ ദൈവം അവനെ ആലയത്തിനകത്തേക്ക് കയറ്റി. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇത് ആത്മാവിലുള്ള ഒരു കൂട്ടായ്മയാണ്. ഇതൊരു ആത്മാവിലുള്ള കൂട്ടായ്മ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് ചിലരുടെ പൂർണ്ണതയായ ഒരു കൂട്ടായ്മയിൽ കയറാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചിലരുണ്ട്. ഒരു ഫുൾ ഫെലോഷിപ്പിലെത്താൻ കഴിയാത്ത ചിലരുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കും. ആത്മാവതിലുള്ള മുഖാന്തരങ്ങളിൽ ഒരുക്കും. ആത്മാവതിലുള്ള വാതിലുകൾ തുറക്കും. നിങ്ങൾ ഇനിയും ഭാരപ്പെടേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങൾ ഇനിയും ആകുലപ്പെടേണ്ടതായിട്ട് വരത്തില്ല. ദൈവം തന്നെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ആമേൻ. നിങ്ങൾ അതിനകത്തേക്ക് കയറും. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ചിലതിനെ ദൈവം ആ ആലയത്തിനകത്തേക്ക് ആമേൻ ആമേൻ കയറ്റാൻ പോവുകയാണ്. ആമേൻ. ഇന്നു രാത്രിയിൽ ആമേൻ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആലയത്തിൽ കയറ്റിയത് എന്തിനാണെന്നറിയാമോ? നിശബ്ദമായി ഇരിക്കാനല്ല, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയുവാനുള്ളൂ. ഈ നാളുകളിൽ ദൈവശക്തിക്ക് അസാധാരണമായി ചിലത് ഡിവൈൻ പ്രയർ മിനിസ്ട്രിയിൽ ചെയ്യുവാനുണ്ട്. എന്റെ വാത്സല്യ സഹോദരിമാരെ, എന്റെ വാത്സല്യ മാതാക്കളെ, നിങ്ങളോട് വളരെ താഴ്മയായി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പരിമിതികൾ നിങ്ങളെ ആകുലപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ചിലരെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. ആമേൻ. റുബാനക ശാന്തന റികൽക്കന. ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ആമേൻ കാര്യങ്ങളെല്ലാം മാറി. ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവർ കുതിച്ചെഴുന്നേറ്റു. ആമേൻ. അവർ ഉറച്ചു. അവർ ആലയത്തിനകത്തേക്ക് കയറി. ആമേൻ ആമേൻ. ഇത് മതസമൂഹത്തെ അസ്വസ്ഥമാക്കി. ഇത് മതസമൂഹത്തെ ആകുലതയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മതസമൂഹത്തെ ആകുലതയിലേക്ക് കൊണ്ടുപോയെങ്കിലും
അഭിഷക്തനെ ദൈവം വീണ്ടും ശക്തീകരിക്കാൻ തുടങ്ങി. അഭിഷക്തനെ വീണ്ടും ദൈവം ബലപ്പെടുത്താൻ തുടങ്ങി. ഇന്ന് രാത്രി സമയം കടന്നു പോകുന്നത് കൊണ്ടും എനിക്ക് അനുവദിച്ചെന്ന സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ടും ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുന്നു. ഒരു നിമിഷം എനിക്ക് പ്രാർത്ഥിക്കണം, സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദൂതനോട് പ്രതികരിക്കുന്നവർ ദയവായി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അല്പസമയത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. വി പ്രൈസ് ഹല്ലേലൂയ ഹല്ലേലൂയ. ദയവായി മൗനമായിരിക്കരുത്. കർത്താവേ, ഈ ദിവസങ്ങളിൽ അസാധാരണമായ ഒരു ദൈവശക്തി എന്നിലൊന്ന് പകരണമേ. അസാധാരണമായ ദൈവശക്തി എന്നിൽ ഒന്ന് പകരണമേ. അസാധാരണമായ ദൈവശക്തി എന്നിൽ ഒന്ന് പകരണമേ. എനിക്കൊത്തിരി പരിമിതികളുണ്ട്. പക്ഷേ എന്നെ ശക്തീകരിക്കുന്ന ദൈവശക്തിക്ക് പരിമിതികൾ മകളിൽ അസാധാരണ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ പ്രവർത്തനത്തെ ദൈവം മാനിക്കണമേ. ഇതിനകത്തേക്ക് ഓരോ മീറ്റിങ്ങുകൾ കഴിയുന്തോറും ധാരാളം സഹോദരിമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഈ മിനിസ്ട്രിയിൽ കർത്താവ് വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്തൃത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്തായ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്തദാസൻ വർഗീസ് ബേബി പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്തദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ദൈവം ചെയ്യുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഇതിനകത്ത് വിവിധ ചുമതലകൾ വഹിക്കുന്ന എല്ലാ സഹോദരിമാരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഒന്നിച്ചനുഗ്രഹിക്കണമേ. അടുത്ത ഓരോ ഈ മീറ്റിങ്ങുകൾ തുടങ്ങി അടുത്ത ഓരോ മീറ്റിങ്ങുകളിലും അസാധാരണ ദൈവപ്രവൃത്തി ദൈവശക്തിയാൽ കാണാൻ കർത്താവ് കൃപ നൽകണമേ. ഞങ്ങൾ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. താമേ, അവിടുത്തെ നാമം മാത്രം മുഖപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ